ദേശീയ ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയും ചേർന്നുകൊണ്ടാണ് ഈ സമരപരിപാടി സംഘടിപ്പിക്കുന്നത്. കർഷക തൊഴിലാളി സംഘടനകളും സമരത്തിൽ പങ്കെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യവ്യാപകമായി കർഷകരും കർഷക തൊഴിലാളികളും ഈ സമരത്തിൽ പങ്കെടുക്കും. കേരള സംസ്ഥാനത്ത് ആഗസ്റ്റ് മാസം 10 കേന്ദ്ര സർക്കാർ ഓഫീസുകൾ ഉപരോധിച്ചുകൊണ്ടാണ് ജയിൽനിരക്കൽ സമരം നടത്തുന്നത്. സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങൾ ലേബർ കോഡ് പിൻവലിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ കാർഷിക വിളകൾക്ക് സ്വാമിനാഥൻ കമ്മീഷൻ ശുപാർശ ചെയ്ത പ്രകാരമുള്ള താങ്ങുവില നിയമപരമായി തന്നെ ഉറപ്പാക്കുക. വൈദ്യുതി ഭേദഗതി ബിൽ പിൻവലിക്കുക. സ്കീം തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയിലെയും തൊഴിലാളികൾക്ക് ക്ഷാമബത്ത് ഉൾപ്പെടുത്തി കുറഞ്ഞ വേതനം പ്രതിമാസം 42,000 രൂപയാക്കി വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് തൊഴിലാളികൾക്ക് നേരെ ചാർജ് ചെയ്യുന്നതിന് വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഒരു കരിനിയമമുണ്ട്. VBGRAMG പദ്ധതി പ്രകാരം സ്വതന്ത്ര വ്യാപാര കരാറുകളും റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ജയിൽ നിരക്കൽ സമരം നടത്തുന്നത്. ഇന്ത്യൻ തൊഴിലാളികളുടെ മൗലികമായ എല്ലാ അവകാശങ്ങളും പുതുതായി പാസാക്കിയ ലേബർ കോഡ് വഴി നിഷേധിക്കപ്പെടുകയാണ്. അത് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. 2019 മുതൽ BJPയുടെ തൊഴിലാളി സംഘടനയായിട്ടുള്ള BMS ഒഴികെയുള്ള എല്ലാ സംഘടനകളും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഈ കോഡ് പിൻവലിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് 6 ദേശീയ പണിമുടക്കുകൾ നടത്തി. മാധ്യമപ്രവർത്തകരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. എന്നാൽ പാർലമെൻറ്റ് പാസാക്കിയ ലേബർ കോഡുകൾക്ക് ചട്ടങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് വിജ്ഞാപനം ചെയ്തിട്ടില്ല. അത് ഈ ബംഗാൾ, കേരളം, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് കണക്കാക്കിക്കൊണ്ടാണ് ചട്ടങ്ങൾ പ്രഖ്യാപിക്കാത്തത്. തൊഴിലാളികളുടെ മൗലിക അവകാശമായിട്ടുള്ള ട്രേഡ് യൂണിയൻ രൂപീകരണം, കൂട്ടായ വിലപേശൽ, മിനിമം വേതനം തുടങ്ങിയ പ്രധാനപ്പെട്ട എല്ലാ അവകാശങ്ങളും പുതിയ ലേബർ കോഡ് വഴി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ത്യൻ തൊഴിലാളികൾ അടിമ സമാനമായി ഫാക്ടറികളിൽ ജോലി ചെയ്യേണ്ടി വരും. ILO അംഗീകരിച്ചിട്ടുള്ള തത്വങ്ങളെല്ലാം മോദി സർക്കാർ കാറ്റ് പറത്തിയിരിക്കുകയാണ്. മിനിമം വേതനം എന്ന തത്വം പോലും കാറ്റിൽ പറത്തി. ഒരു വ്യവസായശാലയിലും സ്ഥിരം ജോലി എന്ന വ്യവസ്ഥ മേലിലുണ്ടാവില്ല. ലോകത്ത് ഒരു രാജ്യത്തും കാണാത്ത തൊഴിലാളി വിരുദ്ധ നിയമങ്ങളാണ് മോദി സർക്കാർ പാസ്സാക്കിയിരിക്കുന്നത്. ഇത് പൂർണ്ണമായും പിൻവലിക്കണമെന്നാണ് ഞങ്ങളുടെ ഈ 10 ദേശീയ ട്രേഡ് യൂണിയനുകളും സംയുക്ത കിസാൻ മോർച്ചയെ ഒന്നിച്ചാണ് ഈ ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. ഈ പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഭാരതീയ ന്യായ സംഹിത എന്നാണ്, BNS. അതിലാണെങ്കിൽ ഫാക്ടറികളുടെ മുന്നിൽ ഒത്തുചേർന്നുകൊണ്ട് മുദ്രാവാക്യം മുഴക്കിയാൽ ക്രിമിനൽ കുറ്റമായി കാണുന്നു. അത് ജാമ്യം കിട്ടാത്ത വകുപ്പുകൾ വെച്ചുകൊണ്ടുള്ള കേസ് ചാർജ് ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ നമ്മളെല്ലാ ഫാക്ടറികളുടെ മുമ്പിലും തൊഴിലാളികൾ മുദ്രാവാക്യം വിളിക്കുമല്ലോ. അപ്പോൾ അത് ആ നിലയിൽ വരികയാണ്. ചുരുക്കത്തിൽ ഇന്ത്യയിൽ അടിമ സമാനമായിട്ടുള്ള ഒരു തൊഴിൽ സാഹചര്യം നിലനിൽക്കുകയാണെന്ന് പറയുകയാണ്. 10-ാം തീയതി ഇളമരം കരീം കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യും. TP രാമകൃഷ്ണൻ തിരുവനന്തപുരത്ത്,
കെ പി രാജേന്ദ്രൻ പാലക്കാട്, ഇ.പി. ജയരാജൻ കണ്ണൂർ, ടി.കെ. ആഞ്ചലോസ് കൊല്ലം, ജയചന്ദ്രൻ ഇടുക്കി, ആനാവൂർ നാഗപ്പൻ ആലപ്പുഴ, വത്സൻ പനോളി തൃശ്ശൂർ, കെ.എൻ. ബാലഗോപാൽ കോട്ടയം, കെ.എം. ദിനകരൻ മലപ്പുറം, കെ.വി. വസന്തകുമാർ കാസർഗോഡ്, ചിറ്റയം ഗോപകുമാർ പത്തനംതിട്ട, കെ.കെ. ദിനേശൻ വയനാട്, അഡ്വക്കേറ്റ് തമ്പാൻ തോമസ് എറണാകുളം.